ഒരു ചായ. ലൈറ്റ് അല്ലേ? ആ അതെ. ഒന്ന് മതിയോ? ഇതുണ്ടാവില്ലേ? വേറെ എന്തെങ്കിലും സൗദാ ഗ്ലാസ് വെള്ളം കൊടുന്നാ. എന്താ ചൂട്. ചൂടേ സഹിക്കണില്ല. ഇന്നത്തെ പണി കഴിഞ്ഞാ? ഇന്നത്തെ കഴിഞ്ഞിട്ടല്ല, നാളത്തെ പോന്നാ തീരെ വെച്ചെന്ന്. എന്താന്ന് ചോദിച്ചാ എന്താ പറയാ, തടികൊണ്ട് വയ്ക്കണ്ടേ. വൈകുന്നേരം പണിയില്ലേ? വൈകുന്നേരത്തിന് നോമ്പ് പറഞ്ഞിട്ട് കുറച്ചത്തെ പരിപാടിയുള്ളൂ. പൊരിച്ച കടിക്കൊക്കെ ഉള്ള ആ ഒക്കെ ശരിയാ. അതൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. രാജേട്ടൻ്റെ മൂപ്പരെ ഏൽപ്പിച്ചിട്ടേ പോന്നു. നോമ്പൊക്കെ ആയിട്ടാ ഓരോന്ന്. ചെക്കൻ വിളിച്ചിരുന്നു. എന്തേ പറഞ്ഞു? ചെക്കൻ പറഞ്ഞ എന്താണ് ടീച്ചർ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഫീസ് അടിച്ചിക്കണ. അത് ബേജാറാവണ്ട, അത് ഞാൻ വാങ്ങിട്ടാ പോകുന്നത്. അതൊന്ന് വൈകുന്നേരം നമ്മൾ കൊണ്ടുകൊടുത്തോളാം. ഞാനേ അവിടെ എത്തിച്ചു കൊടുത്താ പോരെ? 3:30 ആകുമ്പോഴേക്കും വിടും. ആ അതൊന്നും അതിന്റെ മുന്നേ ഞാൻ കൊണ്ടുകൊടുത്തോളാം. അതിനൊന്നും ബേജാറാവണ്ട. പിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാളായിട്ട് ഡ്രസ്സ് വേണം. ഒന്നും ഈ കഷ്ടപ്പാടന്നെ, ഈ നോമ്പായിട്ടും കൂടി നമ്മക്ക് കഷ്ടപ്പാട്. ശരിക്കും പോലെ തിന്നാനും കുടിക്കാനും. പകല് ഫുള്ള് പട്ടിണി ഇരുന്നിട്ട് രാത്രി ആയാലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ, വേറെ നിറച്ച് ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുമ്പോ തന്നെ ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോ തന്നെ ബേജാറ് കൊള്ള കാണും. ഒന്നും ബേജാറാവണ്ട, ഒക്കെ പഠിച്ചാൻ കണ്ടോളും. അനക്കറിഞ്ഞൂടെ അന്നെ എത്തിയാനെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോരുമ്പോ അന്നത്തെ എന്തപ്പോ ഞാൻ പറയാ, ഒക്കെ ശരിയാവും. നമ്മളത് കാണാതിരിക്കൂല. ഒക്കെ ഓരോ പരീക്ഷണങ്ങൾ വിചാരിച്ചാൽ മതി. പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ നമ്മള്? നോമ്പായ ഒന്നാമത്തേത് ഹോട്ടലിലത്തെ ആൾക്കാരുടെ സ്ഥിതി ഇങ്ങനെയാണ്. പിന്നെ ഈ വൈകുന്നേരക്കത്തെ ഈ ഒരു പൊരിച്ചക്കടിക്കും വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ മുട്ടി മയങ്ങി നിന്നിട്ടാ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് വയ്ക്കും. വേറെ ഈ റമദാൻ മാസത്തിൽ എവിടെ പണിയുള്ളത്? എന്ത് പണിയുള്ളത്? ഒന്നാമത് ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇതെല്ലാം കൂടി ആകുമ്പോ എങ്ങനെ നടക്കണ്? അവിടെ ഉള്ളതെങ്കിലും എടുത്താണ്ട് എങ്ങനെയെങ്കിലും തൽക്കാലം ഇങ്ങനെ അടിച്ചു പോവാന്നല്ലാതെ. ഒരു കാര്യം ചെയ്യ്, പിള്ളേര് ഇനിയിപ്പോ ചെക്കന് 3:30 ആകുമ്പോ വരൂ, അതിന്റെ മുന്നായിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ ഈ പൊരിച്ചക്കടി നിങ്ങൾ അവിടെ ഉണ്ടാക്കുമ്പോ ഒരു 3-4 പേരേക്ക് എടുത്ത് വെച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല. അവരോട് പറഞ്ഞാൽ മതി. ഇവിടെ എന്നും ഇത് പട്ടിണി മടുത്തിക്കണത്. എന്നും ഈ തിന്നു പട്ടിണി വായാലായിട്ട് ശരിക്കും പോലെ ഒരു ഭക്ഷണം കൂടി ഇല്ല. ഇനിയിപ്പൊ പെരുന്നാളായ ഒരു മാക്സിമെങ്കിലും എടുക്കാൻ പൈസ ഉണ്ടാ? അവർക്ക് എന്തെങ്കിലും വല്ല ടീഷർട്ട് എടുക്കാന് ഒക്കെ നമുക്ക് ശരിയായിക്കോളും. അതിനൊക്കെ കുറച്ച് പൈസ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ആരോട്? മുതലാളിനോട്. മുതലാളിക്ക് കൊടുക്കാനുള്ളതല്ലേ ഇഷ്ടം പോലെ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ പൊരിക്കടി എടുത്ത് പോകുന്നൂടെ എന്ന് വെക്കുന്നത്. എങ്ങനെ നമ്മളിവിടെ എടുക്കുക? കൊണ്ടുപോകാനൊക്കെ പറയും, അതൊന്നും വേണ്ട അവിടെ ഉണ്ടെന്ന് പറച്ചിലാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ എപ്പോഴും പൈസ കണ്ട് കൊടുക്കാനാണ്.
അതിൻ്റെ ഇടയിൽ ഞാൻ അവിടുന്ന് അതും കൂടി എടുത്ത് പോരുന്നത് ശരിയാവും. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാടും കണ്ണീരും വരുന്നത് അതിനെക്കാട്ടും ഒന്നും ബേജാറാവണ്ടേ, നമ്മളെ കഷ്ടപ്പാടൊക്കെ മാറും. നമുക്കൊരു മോനില്ലേ, ഓൻ നന്നായിട്ട് പഠിക്കണമുണ്ടല്ലോ. ഓൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് ഒരു പ്രതീക്ഷ, ഓനൊരു ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ബേജാറ് സുഖമായിട്ട് നമുക്ക് കഴിയാം. ആ ഒരു സമാധാനമാണ്. ആ കാര്യത്തിൽ നമുക്ക് ഭാഗ്യല്ലേ. എന്നാലേ ഞാൻ പോയിട്ട് വരാം. ചെക്കൻ്റെ ഫീസിന്റെ കാര്യമാണ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത്രയും സമാധാനം കേട്ടാ. ഞാനോട് എന്തെങ്കിലും പറയണാ? നിങ്ങൾ അവനോടേ ഈ എന്താണ് പിള്ളേരായിട്ടൊന്നും തല്ലുംപൊടിക്കൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞോണ്ടി. ഇപ്പൊ കണ്ടില്ല TV ഒക്കെ തുറന്നാല് തല്ലുംപൊടി കൂടിയിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും. പിന്നെ ഈ ആരെങ്കിലും എന്തെങ്കിലും തൊള്ളയിടാനും അതിന് ഇതിന് തന്നാലൊന്നും വേങ്ങരുത് എന്ന് പറഞ്ഞോണ്ടി. ഞാൻ ഉമ്മാന്റെ ദ്വാ എപ്പോഴും ഉണ്ട് ഓന്റെ ഇപ്പൊ ഉണ്ട് എന്ന് പറയണം. വീട്ടിലത്തെ കാര്യസ്ഥ പാപ്പ പൈസയായിട്ട് വന്നു. ഫീസ് ആവൂല്ലേ? ഫീസ് മറക്കണ്ടോ? ഇല്ലില്ല, ഞാൻ പോട്ടെന്ന്. അതാരാടാ? അതിന്റെ വീടിന്റെ അടുത്തുള്ള ചേട്ടനാണ്. ഇപ്പൊ പൈസ കൊടുത്തേച്ചു. ഞാനും വിചാരിച്ചു താരം പോയി നോക്കണ്ട, വന്നേ പോവാ. ആ